ആ, ഞാനൊരു മെസ്സേജ് കൊടുക്കട്ടെ. സന്തോഷ വാർത്തയല്ലേ, അറിയിക്കേണ്ടവരൊക്കെ ഒന്ന് അറിയിക്കട്ടെ. ഡി, എൻ്റെ മൊബൈലിരിക്കുന്ന കാര്യം ആരോടും പറഞ്ഞേക്കരുത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റാതെ വരും, പറഞ്ഞേക്കാം. ഇത് വേറെ ലെവലാ. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ പെടുന്ന പാട് ഒന്നും അറിയണ്ടല്ലോ അങ്ങേർക്ക്. ഓ വന്നല്ലോ. അകത്തായി. വല്ല അകത്തോട്ട് വേണമെങ്കിലേ വന്ന് പണിയെടുക്ക്. ഇനിയിപ്പോ ഈ പണിയൊക്കെ ഞാനായിരിക്കും ചെയ്യേണ്ടത്. ഷീറ്റ് അടിക്കുന്നതും ഉണക്കുന്നതും കടയിൽ കൊടുക്കുന്നതും ഒക്കെ ഞാനായിരിക്കും ചെയ്യേണ്ടത്. കൊച്ചാപ്പൻ ചെയ്തോണ്ടിരുന്ന പണിയാ, ഇനിയിപ്പോ എല്ലാം എന്റെ തലയിലായി. നിങ്ങൾക്ക് ചെയ്തെന്തോ? അതെങ്ങനെയാ? മേലനങ്ങത്തില്ലല്ലോ. ഉടുത്തൊരുങ്ങി കളസൂട്ടങ്ങ് ഇറങ്ങിയാ മതിയല്ലോ. പിടിച്ചങ്ങോട്ട് പിടി, കെട്ടട്ടെ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? അകത്തായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര ജാടയായിരുന്നല്ലോ. അവളുടെ കാര്യമാണോ നിങ്ങളിപ്പോ പറഞ്ഞത്? അവള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങത്തില്ല നിങ്ങളല്ലേ പറഞ്ഞത്? എടി, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് നേരെ കൊണ്ട് സബ് ജയിലിൽ കൊണ്ടങ്ങ് അടച്ചു. നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? TV ഒക്കെ വെച്ച് നോക്ക്. ജംഗ്ഷനിലൂടെ വരാൻ വയ്യാത്ത അവസ്ഥയാ. ആ കുഞ്ഞപ്പിച്ചായം പറയാ കുറച്ച് പടക്കം മേടിച്ചു വെച്ചിട്ടുണ്ട്, വൈകിട്ട് വരാൻ പൊട്ടിക്കാന്ന്. നാണക്കേടായല്ലോ മനുഷ്യന്. ഒരു വാഴയുടെ കഴിക്കടാ. മോൻ പറഞ്ഞിട്ടില്ലേ ഇഡ്ഡലി ഉണ്ടാക്കിയ ആന്റി, എന്നിട്ട് എന്താ കൊള്ളത്തില്ലയോ? രണ്ടുപേരും ഒന്നും കഴിക്കുന്നില്ല. മക്കള് ചായ കഴിച്ചോണ്ടിരിക്കാതെ കുടിക്കുമോളെ. ചൂട് പോയാ പിന്നെ കാശിനും കൊള്ളത്തില്ല. ഒരു വാഴയുടെ കഴിക്കടാ. അല്ലെങ്കിൽ വിചാരിക്കും ആന്റി ഒന്നും തന്നില്ലെന്ന്. മക്കളുടെ അമ്മ വരുമ്പോ പറയാം ആന്റി ഒന്നും തന്നില്ലെന്ന്. ഇതോടെ കഴിക്കും. ഇതോടെ കഴിച്ച് നമ്മൾ ഈ പാലും കൂടെ കുടിക്കുമ്പോ മതിയോ? ഈ പാലം കുടിച്ച മക്കള്, പാലോടെ കുടിക്കുമ്പോ വയറ് നിറയും. എവിടെടാ ഇത്? എടാ, ഈ വക കാര്യങ്ങൾക്ക് സമയം പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. അറിയാലോ അനുഭവമൊക്കെ. 8:46 എന്ന് പറഞ്ഞാൽ 8:46 തന്നെ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതായി എൻ്റെ രീതി, അറിയാലോ. എടാ ചന്ദ്ര, ഒന്ന് നോക്കിക്കോ. എപ്പോ വരും? പോകുന്നതിന് സമയം മാത്രമേ കുറിക്കാറുള്ളൂ, വരുന്നതിന് സമയമില്ല. മനസ്സിലാടാ? ഓ. ഉരുള് പൊട്ടി എല്ലാം കൂടെ താഴോട്ടങ്ങ് ഒലിച്ചു പോയി. ഈട്ടിയും വാകയും എല്ലാം അങ്ങ് പോയി. പൈസ തരാം. മണ്ണ് പോയ സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടാനെങ്കിലും സ്ഥലം കിട്ടുമെന്ന് പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചപ്പോഴേ അവര് പറയാ മണ്ണ് ഒഴുകി പോയ സ്ഥലത്ത് പോയി കെട്ടിക്കോളാൻ. എത്രയായി? എല്ലാം കൂടെ 100. 100 അയ്യോ, അത് ഇച്ചിരി കൂടുതലല്ലയോ? നിൽക്കുന്ന ആളാ. എന്നാ ഇതൂടെ വെച്ചോ. വേണ്ടായോ? ശരി. എടുക്കണോ? എന്തുവാടേ ഇത്? ഈ 2 പിള്ളേർക്ക് എന്തിനാടാ? നോക്കട്ടെ. 8:48 വാ. ഇതെന്തുവാ? കയ്യിൽ കുത്തുന്നതാ. കയ്യെ കുത്തുന്നതോ? ഉള്ളതാണോ? എത്ര രൂപ ഇതിന്? 100 രൂപ. മണമൊന്നുമില്ലല്ലോ. മോൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? അപ്പാപ്പൻ എന്തെല്ലാം വാങ്ങിച്ചോണ്ട് വന്നേ നോക്കിക്കേ. അപ്പാപ്പ ഐസ്ക്രീം വാങ്ങിച്ചോ? ഓ, ഐസ്ക്രീം ഈ കോളനി കിട്ടത്തില്ല മോളെ.
അതിന് നമുക്ക് ടൗണിൽ പോകണം. നമുക്കേ വൈകുന്നേരം ടൗണിൽ പോകാം. അന്നേരം ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാം. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം മതി. ആ അപ്പം വാങ്ങിച്ചു തരാം. മോൻ എന്തുവാ വേണ്ടേ? എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ചേട്ടൻ കഴിക്കും. അപ്പാപ്പ വാങ്ങിച്ചോ? വേണ്ട ആമി, വെറുതെ പൈസ കളയണ്ട. അപ്പാപ്പ ഐസ്ക്രീം ഒന്നും വേണ്ട. ആ അതൊക്കെ അപ്പാപ്പ വാങ്ങിച്ചു തരാം കേട്ടോ. സുഷുവേ, സുഷു ഓ എടിയേ, ഓ അതെ പിള്ളേർക്കുള്ളതെല്ലാം തേയില വാങ്ങിച്ചിട്ടുണ്ട്. സോപ്പൊടിയൊക്കെ വാങ്ങിച്ചാ? എല്ലാം അതിനകത്തുണ്ട്, എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അമ്മയാണെ പോയിട്ട് വരുമ്പോ പറയാതെ വാങ്ങിച്ചോണ്ട് വരും. അല്ല ചേട്ടൻ അമ്മയെ വിളിച്ചൊന്ന് എത്താറായോന്ന് ചോദിച്ചേ. മക്കളെ, അമ്മ ഇന്നൊന്നും വരത്തില്ല. എന്നാ കോടതി പോന്നേ? ബുധനാഴ്ച അതോ വ്യാഴാഴ്ചയാണോ? ഇന്നിപ്പോ ഞായറാഴ്ച ആയതല്ല ഉള്ളോ? എടി അത് ബുധനാഴ്ച കഴിയും. മക്കളെ, ബുധനാഴ്ച കഴിയും കേട്ടോ. ആ വ്യാഴാഴ്ച വെള്ളിയാഴ്ച കട നോക്കിയാ മതി.